പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശങ്കർ രാം ചരൺ ചിത്രം ഗെയിം ചേഞ്ചറിൻ്റെ ആദ്യദിന കളക്ഷൻ വ്യാജമെന്ന് റിപ്പോർട്ടുകൾ. സിനിമയുടെ അണിയറക്കാരാണ് ചിത്രത്തിൻ്റെ ആദ്യദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതുപ്രകാരം 186 കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ റിപ്പോർട്ട്. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ നാണക്കേടാകുന്ന പ്രവൃത്തിയാണ് ഗെയിം ചേഞ്ചർ ടീം ചെയ്തതെന്നാണ് ഫിലിം ട്രേഡ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. 100 കോടി രൂപ പെരുപ്പിച്ചു കാട്ടിയെന്നാണ് വിമർശനം. യഥാർത്ഥത്തിൽ ആഗോള കളക്ഷനായി 86 കോടിയാണ് സിനിമ കളക്ട് ചെയ്തതെന്നും കോടികളുടെ തള്ളുകൾ സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ വിനയായിത്തീരുമെന്നും ഇവർ പറയുന്നു. സിനിമയുടെ പോസിറ്റീവ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി കളക്ഷൻ തുകകൾ 10-15% ഉയർത്തി ഔദ്യോഗിക പോസ്റ്ററുകൾ പുറത്തിറക്കാറുണ്ട്. എന്നാൽ ഗെയിം ചേഞ്ചർ ടീം ഇപ്പോൾ പുറത്തുവിട്ട കണക്ക് തെലുങ്ക് ഇൻഡസ്ട്രിയെ ഒന്നാകെ നാണം കെടുത്തിയെന്നും വിമർശനം ഉയരുന്നുണ്ട്. അതേസമയം പുഷ്പ 2-ന് ആദ്യ ദിനം ലഭിച്ച ആഗോള കളക്ഷൻ 294 കോടിയായിരുന്നു. ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയായിരുന്നു ഇത്. പുഷ്പ 2-നൊപ്പം എത്താനുള്ള അണിയറക്കാരുടെ വാശിയാണ് ഈ കണക്കുകൾക്ക് കാരണമെന്നും വിമർശകർ വിലയിരുത്തുന്നു. തെലുങ്ക് ഒഴികെ മലയാളം, തമിഴ്, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഗെയിം ചേഞ്ചറിന് മോശം പ്രതികരണമായിരുന്നു. കേരളത്തിൽ പലയിടത്തും പകുതി ആളുകൾ മാത്രമായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത്. അതേസമയം ഇന്ത്യൻ 2-നേക്കാൾ ഭേദമാണെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ശങ്കറിൻ്റെ ഒരു മാസ് മസാല സിനിമയാണെന്നും തെലുങ്ക് സിനിമയെന്ന രീതിയിൽ കണ്ടാൽ ചിത്രം മോശമല്ലെന്നും പ്രേക്ഷകർ പറയുന്നു. എന്നാൽ ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ശങ്കർ ഗെയിം ഓവറാകുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നുണ്ട്.